ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പവർ റൂമിൽ കയറാനായിട്ടുള്ള ലാസ്റ്റ് ചലഞ്ച് ഇപ്പോൾ നടന്നിരുന്നു. അതിൽ വിന്നറായിരിക്കുന്നത് നമ്മുടെ മല്ലയ്യ, ജിൻഡോയുടെ ടീമാണ്. ജിൻഡോയുടെ കൂടെ ഉള്ളത് റസ്മിനും നിഷാനയാണ്. ജിൻഡോയും കോമണേഴ്സും ആണ് ഇനി പവർ റൂമിലെ ആൾക്കാരും മത്സരിക്കാനായിട്ട് വരുന്നത്. അവർക്ക് കൊടുത്തിരുന്ന ചലഞ്ച് കേരളത്തിൻ്റെ ഭൂപടം ഉണ്ടാക്കുക എന്നതായിരുന്നു. ഓരോ ക്ലൂകൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ക്ലൂകൾ അനുസരിച്ചിട്ട് ഭൂപടം ക്രിയേറ്റ് ചെയ്യുക കേരളത്തിൻ്റെ, അങ്ങനെയായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഉത്തരങ്ങൾ കറക്റ്റാക്കിയത് ജിൻഡോയുടെ ടീമായിരുന്നു. സെക്കൻഡ് വന്നത് അർജുൻ്റെ ടീം, തേർഡ് വന്നത് സിജോയുടെ ടീം. അങ്ങനെ രണ്ട് ചലഞ്ചിലും ജിൻഡോയുടെ ടീം വിജയിച്ച് നമ്മുടെ പവർ റൂമിനെതിരെ കളിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അടുത്ത ചലഞ്ച് എപ്പോഴാണെന്ന് അറിയില്ല, ഞാനുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ജിൻഡോയുടെ ടീമായിരിക്കും വിജയിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് പവർ റൂമിൽ കയറുക. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജിൻഡോയുടെ ടീമിൽ ആകെ 3 പേരുള്ളൂ. ജിൻഡോ, റസ്മിൻ, നിഷാന. ബാക്കി എല്ലാ ടീംസിലും 4 ആളുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും ചെറിയ ആൾക്കാരുണ്ടായിട്ട് പോലും അവരുടെ ടീം വിജയിച്ചു. അതുകൊണ്ട് തന്നെ ജിൻഡോയും അവരും ഭയങ്കരമായിട്ട് ടീം വിജയിച്ചതിൻ്റെ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ നടത്തിയിരുന്നു. റിസൾട്ട് അനൗൺസ് ചെയ്തപ്പോൾ എല്ലാവരും ആക്ച്വലി ഞെട്ടിപ്പോയി ജിൻഡോയുടെ ടീം ജയിച്ചെന്ന് പറഞ്ഞപ്പോൾ. അങ്ങനെ നമുക്ക് കാത്തിരുന്ന് കാണാം ജിൻഡോയുടെ ടീം പവർ റൂമിലേക്ക് കയറുമോ ഇല്ലയോ എന്ന്. ജിൻഡോയുടെ ടീം ജയിച്ചപ്പോൾ എല്ലാവർക്കും ഒത്തിരി സന്തോഷമായി. പിന്നെ ജിൻഡോ വന്നിട്ട് നമ്മുടെ പവർ റൂമിലെ ആൾക്കാരോട് പറയുന്നുണ്ടായിരുന്നു, ഇനി എനിക്ക് നിങ്ങളോട് ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് അത്രയ്ക്കും സന്തോഷമായി എന്നാണ് ജിൻഡോ പറഞ്ഞത്. അപ്പം നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.